എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇതാ ക്ലാസ് തുറക്കുന്ന ദിവസത്തിന് മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണ്ണീറ്റു. ഇത്രയും ദിവസം 7 മണി അല്ലെങ്കിൽ 6:30 എണ്ണീറ്റിട്ട് രാവിലെ 5 മണി 5:30 ആകുമ്പോൾ എണ്ണീറ്റ് വരുമ്പോഴൊരു ചെറിയൊരു പ്രയാസം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ അലാറം വെച്ച് ഞാൻ അങ്ങനെ 5 മണിയായപ്പോൾ തന്നെ എണ്ണീറ്റ് ഞാൻ 4:45 തന്നെ അലാറം വെച്ചു കേട്ടോ. അത് കഴിഞ്ഞത് കേട്ട് എന്തായാലും എൽസു എണ്ണീക്കുമെന്ന് എനിക്കറിയാം. അവളത് കേട്ട് എണ്ണീറ്റു. അവളൊന്ന് ഫീഡ് ചെയ്ത് നന്നായിട്ട് കിടത്തി ഉറക്കിയ ശേഷമാണ് ഞാൻ എണ്ണീറ്റ് വന്നത്. പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് 5:05 ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടി പോയി. കാരണം ഞാൻ ഇന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ സ്കൂളിൽ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മളിങ്ങനെ കുഞ്ഞിനെ ശ്രദ്ധിച്ചപ്പോഴാണ് അവൾക്ക് പല്ല് വരുന്നുണ്ട്. അപ്പോൾ പല്ല് വരുന്നതിൻ്റെ ഒരു ഇതായിട്ട് അവൾക്ക് വയറ്റിൽ നിന്ന് 2-3 തവണയായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞിനെ റെഡിയാക്കി സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ വെച്ച് ഉണ്ടായാൽ നമുക്ക് അവിടെ ഒന്ന് മാറാനോ ഒന്നിനും സ്ഥലമോ സൗകര്യമോ ഇല്ല, ഫീഡ് ചെയ്യാനും പറ്റില്ല. നമ്മൾ 12:30 വരെ നിൽക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പോകണ്ട, നാളെ ഒന്ന് പോയി കുഞ്ഞുങ്ങളുടെ സ്കൂളൊന്ന് കണ്ടിട്ട് വരാം എന്ന് കരുതി. സ്കൂള് പഴയ സ്കൂൾ തന്നെ, പക്ഷേ എന്നാലും ടീച്ചേഴ്സിനെയും ക്ലാസ് റൂമൊക്കെ ഒന്ന് കാണാം, അവർക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് പോകണം എന്നുള്ളൊരു ഒറ്റ മൈൻഡിലാണ് രാവിലെ വന്നത്. തലേ ദിവസം എനിക്കൊരു പ്രയാസം തോന്നിയിരുന്നു, അവളുടെ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോഴത്തേന് എന്തെങ്കിലും വയ്യായിക ഉണ്ടാവുമെന്ന്. പക്ഷെ അതുപോലെ തന്നെ ആയിരുന്നു. അതൊരു വയ്യായികയല്ല, അതൊരു അവരുടെ മൈൽ സ്റ്റോൺസ് വരുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടിപ്പ് ഇത് കാണിച്ചപ്പോഴത്തേനും പരിപ്പും ഗ്രീൻ പീസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചീത്തയായി പോവില്ലേ ചേച്ചി? ഇല്ല, ഞാനത് തലേ ദിവസം ഫ്രീസറിൽ നിന്ന് എടുത്ത് രാത്രി കിടക്കുന്നതിന് മുന്നേ പുറത്ത് വെച്ചിരുന്നതാണ്. എനിക്ക് ആവശ്യമുള്ള കറിക്കുള്ള പരിപ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഞാനത് ഫ്രീസായിട്ടാണ് സൂക്ഷിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അത് കേട് വരാൻ ഒരു ചാൻസും ഇല്ല. അത് വെച്ചിട്ടാണ് ഞാനിന്ന് പരിപ്പ് സാമ്പാർ ആക്കിയെടുത്തത് കേട്ടോ. നമുക്കത് ഇപ്പോൾ നാളെയോ മറ്റന്നാളോ ഞാനത് എടുത്തിട്ട് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം എടുത്തിട്ട് പരിപ്പ് താളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയോ ചെയ്യും. അപ്പോൾ ഞാൻ അത് സാമ്പാറിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറ് തലേ ദിവസത്തെ ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവർക്ക് എന്തായാലും ചോറ് കൊണ്ടുപോകണ്ട, പക്ഷേ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേനും ചോറ് റെഡിയാക്കി വെക്കണം. തലേ ദിവസം ചേട്ടൻ വന്നപ്പോൾ ഒരുപാട് വൈകി. വന്നപ്പോഴത്തേനും പലചരക്ക് സാധനങ്ങൾ കുറച്ചതൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെയാണ് ഞാൻ കിച്ചൺ സ്ലാബിൻ്റെ മേലെ വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചിട്ട് തന്നെ ഞാൻ കയറി കിടന്ന് ഉറങ്ങിയിട്ട് എനിക്ക് ഉറക്കം വന്നിട്ട് പാടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് രാവിലെ എണീക്കാൻ വേണമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ മാവും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടോ. അങ്ങനെ ദോശമാവ് ഞാൻ കുറച്ച് എടുത്തിട്ടാണ് ചെയ്യണത്. എല്ലാം കൂടി എടുത്തിട്ട് അങ്ങനെ തന്നെ ഇതിൽ നിന്ന് കോരി ഒഴിക്കുകയല്ല, ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഒരു ചെറിയ ക്വാണ്ടിറ്റി, അതിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് മാത്രം. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ അടുക്കളയിൽ കിടന്ന് പറ്റുന്ന ആൾക്കാർക്ക് ഇത്ര വേണം ഒരു ദിവസത്തേക്ക് എന്നുള്ളത് നമുക്കറിയാം. ദോശയ്ക്കല്ല, ഇഡ്ഡലിക്കാണ് ഞാനിന്ന് എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി. ഇപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എത്ര എണ്ണം വേണം അതും ഒരു 2-3 എണ്ണം അധികം ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ്, ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിന്ന് റെഡിയാക്കി എടുക്കണം. ഇഡ്ഡലിത്തട്ടിൽ എണ്ണയൊക്കെ തേച്ച് ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, പക്ഷേ എന്നാൽ സങ്കടമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോഴേ ഒന്ന് കൈമാറി എടുക്കണമെങ്കിൽ എനിക്കെപ്പോഴും ഇപ്പോൾ ആളുണ്ടായിരുന്നു. ഇത്രയും ദിവസം അന്നമോളുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു. എനിക്ക് ജോക്കൂട്ടനാണെങ്കിലും കളിപ്പിച്ചോളൂ. അപ്പോൾ എനിക്കെൻ്റെ പണികളൊക്കെ കുറച്ച് വൈകി ഞാൻ എണ്ണീറ്റാലും എനിക്ക് വിഷയമില്ലായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെയല്ല. അവർ രാവിലെ 8:30 മണിയാകുമ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് 4 മണിക്കേ വരുള്ളൂ. അതുവരെ ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്ര നേരം അതൊന്ന് നോക്കിക്കേ. ഇപ്പം ഞാൻ വാഴ സിനിമ കണ്ടപ്പോൾ ജോക്കുട്ടൻ പറയായിരുന്നു, അവിടെ ഹാഷറേന്ന് വിളിക്കും, ഇവിടെ എൻ്റെ അമ്മ അന്നേന്ന് വിളിക്കും, അല്ലെങ്കിൽ ജോക്കുട്ടാന്ന് വിളിക്കും. അപ്പോൾ ശരിയാണ്, നമ്മൾ അങ്ങനെയല്ലേ. ആരും ഇല്ലാത്തപ്പോൾ നമുക്ക് മക്കളും നമ്മളുടെ സഹായികളായി മാറുകയാണ്. എന്താ ചെയ്യാല്ലേ. അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഞാൻ വഴക്കൊക്കെ പറയും, എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എനിക്ക് ഇന്ന് ഭയങ്കര സങ്കടം വരായിരുന്നു. രാവിലെ ഇവർ പോകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് കൂടെ പോകാനും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ സാമ്പാർ പ്രിപ്പയർ ചെയ്യുകയാണ്. ഇപ്പോൾ സാമ്പാറിന് ഒന്നും എനിക്ക് ഉള്ളി പൊളിക്കാനോ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. ജസ്റ്റ് ആ കഷ്ണങ്ങളൊന്ന് സാമ്പാറിനുള്ള കുറച്ച് തക്കാളിയും അതേപോലെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രം ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതെന്നുള്ള വെണ്ടയ്ക്ക ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വെണ്ടയ്ക്ക ഉണ്ട് എന്നുള്ള ഓർമ്മയിലാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ സാമ്പാർ എളുപ്പത്തിലുള്ള സാമ്പാറാണ് വയ്ക്കണേ. കടുക് പൊട്ടിച്ചു, അതേപോലെ ഉള്ളി, ഉലുവ, വറ്റൽമുളക്, വേപ്പിലേക്ക് ഇട്ട് അങ്ങോട്ട് വാട്ടിയിട്ട് നമ്മുടെ ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. പിന്നെ പുറകെ സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി ഇടാം. ഞാൻ മുളക് പൊടി ഇട്ടില്ല. എന്നിട്ട് അതൊന്ന് പയ്യൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ,
അത് അതിലേക്ക് എടുത്തിട്ടു. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് 2 കപ്പ് വെള്ളം, അതായത് ആ പരിപ്പ് 1 കപ്പായിരുന്നു, അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ചേർത്തിട്ട് ബാക്കി ഇതങ്ങ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരൊറ്റ വിസിൽ വന്നാൽ മതി. എല്ലാം സെറ്റായിട്ടുണ്ടാവും. എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഇടയ്ക്കൊക്കെ ഇന്നിങ്ങനെ മുരടനക്കി ഞാൻ കാണിക്കണത്. അപ്പോൾ അതവിടെ അങ്ങനെ ആവട്ടെ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നേരം കൊണ്ട് എൽസും എണ്ണീറ്റിട്ടുണ്ട്. അന്നമോളും ജോക്കൂട്ടൻ എണ്ണീറ്റ് വരുന്നേ ഉള്ളൂ, അന്നമോളും എണ്ണീറ്റ് വരുന്നേ ഉള്ളൂ. പപ്പയാണ് ഇന്ന് ആദ്യം എണ്ണീറ്റത്. നമ്മൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ പറയുമല്ലോ, നമുക്ക് കുഞ്ഞിനെ പിടിക്കണം നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ചേട്ടൻ പറയും, എത്ര ദിവസം രാവിലെ അങ്ങ് കിടന്നങ്ങ് ഉറങ്ങിയിട്ട് ഇന്ന് പെട്ടെന്നല്ലേടി നമ്മുടെ പ്ലേറ്റൊക്കെ തിരിച്ച് വെക്കണ പോലെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ശീലങ്ങൾ മാറുകയാണ്. അതൊരു കുഞ്ഞുണ്ടാവുമ്പോഴും സ്കൂളങ്ങ് തുറക്കുമ്പോഴും അതുപോലെയാണ്. നമ്മുടെ രീതികൾ, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ആ രീതികൾ കാര്യങ്ങൾ മാറും. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ആയി വന്നിട്ടുണ്ട്. എൽസു മനുവേട്ടൻ്റെ അടുത്താണ്. അന്നക്കുട്ടീനേലും മുന്നേ എണീറ്റത് ജോക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ ചേട്ടനുള്ള കട്ടൻ ചായ ഞാൻ അവിടെ ആക്കുന്നുണ്ട്. അപ്പോൾ ജോക്കുട്ടൻ വിളിക്കാണ്ട് തന്നെ എണ്ണീറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു, പല്ല് വെച്ചിട്ട് വരട്ടെ, എനിക്ക് കുളിപ്പിക്കണം കേട്ടോ, ചേച്ചി റെഡിയാവുന്നതിന് മുന്നേ എനിക്ക് റെഡിയാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈവനാണ് ഇന്ന് ലാസ്റ്റ് റെഡിയായത്. അവൻ കൊച്ചിനെയും കളിപ്പിച്ചിരുന്നേച്ചു. അവന് സങ്കടം, എൽസൂനെ ഇട്ടിട്ട് പോകാനായിട്ട് സങ്കടം. ഞാൻ ഉച്ചയ്ക്ക് വരുമല്ലോ, അപ്പോൾ പ്രയാസപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷെ അതിലും വലിയൊരു സങ്കടമാണ് എൻ്റെ ഉള്ളിൽ. എനിക്കൊന്ന് നമുക്കൊന്നൊരു തണൽ, എനിക്ക് എൻ്റെ മക്കളാണ് ആരും ഇല്ലാത്തപ്പം. അപ്പം അങ്ങനത്തെ പിന്നെ എന്താ, അവരുടെ ലൈഫ് മുന്നോട്ട് പോകണ്ടേ, അങ്ങനെ അവർക്ക് പഠിക്കണ്ടേ, അവർക്ക് മുമ്പോട്ട് പോയി വിജയങ്ങളിൽ എത്തണ്ടേ. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ആദ്യത്തെ ദിവസം. അപ്പോൾ പുതിയൊരു പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ വലിച്ചു പറിച്ച് അതിൻ്റെ പശ അതിലാക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ പയ്യൊന്ന് ചൂടാക്കിയപ്പോഴത്തേനും ആ സ്റ്റിക്കർ പശയൊന്നും ഇല്ലാണ്ട് ഇങ്ങോട്ട് പൊളിഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ പിന്നെ എന്നിട്ട് ഒരു ഇച്ചിരി എണ്ണ തടകി ഒന്ന് കഴുകിയെടുത്തു. അപ്പോൾ നമ്മുടെ ബേസിക്കായിട്ടുള്ള ഗ്രേവി ഞാൻ അന്നൊരു പ്ലേറ്റിലാക്കിയിട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇന്ന് ക്യാബേജിന് സത്യം പറഞ്ഞ് ഗ്രേവി വേണ്ട, പക്ഷേ എന്നാലും എന്നോട് 1-2 പേര് ചോദിച്ചു ഇത് വർക്കാവുമെന്ന്. ഇത് വർക്കാവും, ഞാനിത് പലതവണ വർക്കാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ധൈര്യത്തോടു കൂടി കാണിച്ചത്. അപ്പോൾ ഇന്ന് ക്യാബേജ് ഞാൻ തോരൻ വെക്കുന്നുണ്ട്. ധൃതി പിടിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. കുഞ്ഞെണ്ണീറ്റപ്പോഴത്തേനും കുറച്ച് നേരം അവളെ ഫീഡ് ചെയ്യാനൊക്കെ പോയപ്പോഴത്തേനും കുറച്ച് എൻ്റെ സമയം പോയി. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് ഞാൻ ഗ്രേവി അങ്ങോട്ട് ഇട്ടിട്ട് അതൊന്ന് പയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ക്യാബേജ്, അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒന്ന് ഇളക്കി ചേർത്ത്, ക്യാബേജ് ഫ്രീസറിൽ വെച്ച് വിട്ട് കിട്ടാൻ വലിയ പാടൊന്നും, നമ്മൾ അടച്ച് വെച്ച് വേവിക്കാണ്ടിരുന്നാൽ മതി. അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വെന്ത് കുഴഞ്ഞു പോകും. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഫുൾ അടച്ച് വെക്കാണ്ട് കുറച്ചൊന്ന് ഇതാക്കി വെച്ചിട്ട് വേവിക്കുക. നല്ല ഫ്ലെയിമിലിട്ട്, അത്യാവശ്യം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിച്ച് കളയാനല്ല, നമ്മുടെ ഒരു കണ്ണ് വേണം കേട്ടോ. പിന്നെ ശ്രദ്ധയൊക്കെ മാറിപ്പോകുമ്പോൾ ഇച്ചിരിയൊക്കെ അടുക്കി പിടിച്ചെന്ന് വരും, മനുഷ്യനല്ലേ പിള്ളേ, പോട്ടെ ക്ഷമിച്ച് കളാം. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള തേങ്ങാപ്പീര എടുത്ത് ഇട്ട് കൊടുത്തു. ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടിടണം എന്ന് വിചാരിച്ചതാണ്, കുറച്ച് ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട്, പക്ഷേ എനിക്ക് പറ്റിയില്ല. ഞാൻ അപ്പോഴങ്ങനെ തന്നെ ഡയറക്റ്റ് ആ തേങ്ങാപ്പീര ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചു. പിന്നെ അത് ഗ്യാസ് കത്തിച്ചിട്ട് അപ്പോഴേക്കും അത് തേങ്ങാപ്പീരയുടെ ആ ഒരു ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്ത് തോരനാക്കി വെച്ചിട്ടോ. അപ്പോൾ നമ്മുടെ മല്ലിയില ക്യൂബ്, ഇതിപ്പോൾ എല്ലാം എളുപ്പപ്പണിയാണ് കുറച്ച് ദിവസത്തേക്ക്. ഇതിങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും, ഇപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുൻപിട്ട വീഡിയോയിലെ പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട്, ഇങ്ങനെ ഡയറക്റ്റ് കാണിക്കുന്നതാണ് കുറച്ചും കൂടി ഭംഗിയും എളുപ്പവും. പക്ഷെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ കുറേ ടിപ്സ് കാണിക്കുന്ന കൂട്ടത്തിലൊക്കെ ഇതൊക്കെ പലവട്ടം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ മല്ലിയിലയുടെ 2 കട്ടയാണ് ഇട്ടത്, അതേപോലെ പുളി വെള്ളത്തിന് പകരം പുളിയുടെ 2 കട്ടയാണ് ഇട്ടത്. പിന്നെ അപ്പോൾ നമ്മുടെ ജോലി എളുപ്പമാണ്, വേറെ ഒന്നുമില്ല. പിന്നെ സാമ്പാർ അവിടെ നിന്ന് തിളച്ചാൽ മതി. അപ്പോൾ ക്യാബേജ് തോരൻ കണ്ടല്ലോ. പന്നമോള് പുതിയ യൂണിഫോം ഇട്ട് വന്നപ്പോൾ എനിക്കങ്ങ് സന്തോഷവും സങ്കടവും ഒക്കെ കൂടി വന്നിട്ടോ. ഞാൻ അങ്ങനെ കെട്ടിപ്പിടിച്ചത്, എനിക്ക് അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. നമ്മൾ അമ്മമാർക്കേ അത് അറിയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ അങ്ങനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. പിന്നെ സാമ്പാറൊക്കെ സെറ്റായി നോക്കി, ഈ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കി.
പിന്നെ ഒരു ഇച്ചിരി ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുത്ത്, പഞ്ചസാരയോ ശർക്കരയോ ഇടാം കേട്ടോ. അതിട്ടു. അപ്പോൾ അങ്ങനെ അങ്ങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇന്ന് ചോറൊന്നും കെട്ടണ്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു നേരമായപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി എനിക്കിനി സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല, കൊച്ചിനെ കൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ പണികൾ പിന്നെ സ്ലോ ആയി. കാരണം ഓൾമോസ്റ്റ് എല്ലാ ജോലികളും കഴിഞ്ഞിന് വീടൊന്ന് അടിച്ച് തുടച്ചിടുക, കുഞ്ഞിൻ്റെ തുണി തിരുമ്മി ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഉണക്കി ഡ്രയറിലിട്ട് കറക്കിയ ശേഷം ഒന്ന് വിരിച്ചെടുക്കുക. അപ്പം അത്യാവശ്യമുള്ള തട്ടിക്കൂട്ട് പാത്രങ്ങളൊക്കെ ഇപ്പം എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. പക്ഷേ എന്നാലും പാത്രങ്ങളുണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിൽ പഴയത് തന്നെ കൊണ്ടുപോകാനാണ് വെച്ചിരുന്നത്. കാരണം അന്നമോളുടെ ലഞ്ച് ബോക്സ് ലാസ്റ്റ് ഒരു ടൈം ആയപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ അതിന് വലിയ കേടുപാടില്ല. ജോക്കൂട്ടൻ്റെ ലഞ്ച് ബോക്സിലെ എല്ലാ ക്ലിപ്പുകളും പോയിട്ടുണ്ട്. ഒരു പല്ല് മാത്രമേ ഇപ്പം അതിനുള്ളൂ. അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചോറ് മുഴുവൻ ബാഗിൽ കിടക്കും. അപ്പോൾ അതുകൊണ്ട് അവനൊരു ലഞ്ച് ബോക്സും മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ആ വാട്ടർ ബോട്ടിൽ എടുത്ത് നോക്കിയപ്പോഴത്തേനും 2 വാട്ടർ ബോട്ടിലും ലീക്ക് അടിക്കുന്നുണ്ട്. ഒരെണ്ണം നല്ല രീതിയിൽ ലീക്ക് അടിക്കുന്നുണ്ട്, ഒരെണ്ണം പിന്നെ ചരിച്ചാലൊക്കെയാണ് പോകുന്നത്. അപ്പം ഞാൻ കരുതി വാട്ടർ ബോട്ടിൽ ഒരെണ്ണം പുതിയത് മേടിപ്പിക്കാമെന്ന്. അപ്പോൾ അതാ അങ്ങനെ തൽക്കാലത്തേക്ക് ഇന്ന് ഉച്ചവരയ്ക്കും ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ആ പഴയ വാട്ടർ ബോട്ടിൽ തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത്രയും ചിലവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഡെലിവറിയുടെ ചിലവ്, മാമോദീസയുടെ ചിലവാണ്. അപ്പം അങ്ങനെ വന്നതുകൊണ്ട് നമുക്കിതാ ഇച്ചിരി ടൈറ്റിലാണ് നമ്മളപ്പോൾ. അതുകൊണ്ട് ഇതാ പയ്യാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും ചേട്ടൻ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് വന്നു കേട്ടോ. നമ്മൾ ബുദ്ധിമുട്ടാണെങ്കിലും മക്കൾക്ക് അത് നമ്മൾ അറിയിക്കാറില്ല. അത് എല്ലാ പാരൻസും അങ്ങനെയാണ്. അങ്ങനത്തെ പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ചേട്ടൻ രാത്രി വന്നിട്ട് ഡ്രസ്സും കൂടി മാറാനാണ് പാവം കിടന്നുറങ്ങിയത്. നേരെ എണീറ്റ് ഞാൻ വിളിച്ചപ്പോൾ തന്നെ വേഗം എണീറ്റു. കൊച്ചിനെ എടുത്ത് കുറേ നേരം കളിപ്പിച്ചു. പിന്നെ അതാ ഇവരിങ്ങനെ ഈ പിള്ളേരിങ്ങനെ രാവിലെ എപ്പോഴും ഇവളുടെ കൂടെയാണല്ലോ ഇരിക്കുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണേ കാണുമ്പോൾ എൽസ് നോക്കുകയാണ് ഇവർക്ക് എന്താ പറ്റിയെന്ന്. ഞാനിപ്പോൾ കാണിച്ചത് അന്നക്കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കൈച്ചെയിനാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗിയാണ്, ക്യൂട്ടാണത് കാണാനായിട്ട്. അപ്പോൾ എൽസുവിനെ അവിടെ പായിട്ട് കിടത്തിയിട്ട് ഞാൻ എന്താ ജോക്കൂട്ട ഒന്ന് അടുത്തിരിക്കട്ടാ എന്ന് പറയുകയാണ്. അപ്പം ഞാൻ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അവൻ എത്ര നേരം വേണമെങ്കിലും ഇരിക്കണ്ട, പപ്പ വരുമ്പോഴത്തേനും നീ ബാത്റൂമിൽ കയറിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. എൽസും ഇവിടെ ഇങ്ങനെ കിടന്നോളും. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതും നമ്മുടെ വർത്താനമൊക്കെ അവൾക്ക് ഇങ്ങനെ കേട്ടാൽ മതി. പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഒരു 5 മിനിറ്റൊന്നും ശ്രദ്ധിച്ചില്ല എന്നാണെങ്കിൽ അപ്പം തന്നെ തല കുമ്പിട്ടിട്ട് നിലത്ത് എന്താണോ ഉള്ളത് അതങ്ങ് നാക്കൊണ്ട് അങ്ങോട്ട് കടിക്കും, വായ കൊണ്ട് അങ്ങോട്ട് കടിക്കും, അവളുടെ കൈ കടിക്കും. അവൾക്ക് ഇങ്ങനെ പല്ല് വരുന്നതുകൊണ്ട് എല്ലാം ഇങ്ങനെ കറ ഒരു ടെൻഡൻസിയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ആ പറമ്പൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നേരത്തെ എനിക്ക് പേടിയായിരുന്നു, രാത്രി ആകുമ്പോൾ അവിടെ ആരോ നിൽക്കണ പോലെയൊക്കെ എനിക്ക് തോന്നും. വെറുതെ ഒരു പ്രാന്താണ് ചില നേരത്ത്. അതുപോലെ അടുക്കളയുടെ ജനലൊക്കെ രാത്രി അടക്കുമ്പോൾ ആരെങ്കിലും എൻ്റെ കൈ കയറി അപ്പുറത്തുകൂടി പിടിക്കുമോ, അങ്ങനെയൊക്കെ ഒരു പൊട്ട ചിന്തയൊക്കെ വരും എനിക്ക്. നിങ്ങൾക്കുണ്ടോ അങ്ങനെയൊക്കെ? എനിക്കുണ്ട് കേട്ടോ. ഭയങ്കര പേടിയാണ്. ഡോറ് തുറക്കുമ്പോൾ ആരെങ്കിലും പുറത്ത് നിൽപ്പുണ്ടാവോ, അത് പ്രാന്താണത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പേടിയുള്ളത് കൊണ്ടിട്ടാണ്. അങ്ങനെതാ ജോക്കൂട്ടന് യൂണിഫോം ആയിട്ടില്ല. അവന് 1-1.5 കൂടി ടൈം പിടിക്കും യൂണിഫോം തയ്ക്കാൻ കൊടുത്തേക്കുന്നിടത്ത്. ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ്. അപ്പോൾ എനിക്കിങ്ങനെ കണ്ടപ്പോഴേക്കും എനിക്ക് ഇവന് കഴിഞ്ഞ വർഷത്തെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഫോട്ടോയും ഇതും കൂടെ എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര വ്യത്യാസം. കഴിഞ്ഞാലും ഭയങ്കര കുഞ്ഞാപ്പി ആയിരുന്ന ആൾ ഇപ്പോൾ ഒരു ചേട്ടനായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ അവനുണ്ട്. അപ്പം അങ്ങനെതാ ഒക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ചേട്ടനും സന്തോഷമാണ്, എന്നാലും സന്തോഷം എല്ലാം കൂടിയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ 2 പേരെ നിർത്തി ഞാൻ ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തു, സ്റ്റാറ്റസൊക്കെ ഇട്ടു. സന്തോഷം സങ്കടം എല്ലാം ഉണ്ട്. കറക്റ്റ് ഈ നേരത്തെ അവൾ കിടന്ന് ഉറങ്ങി കേട്ടോ എൽസു. പക്ഷേ ഇറങ്ങണ നേരമായപ്പോഴത്തേനും എണ്ണീറ്റു. പിന്നെ ചേച്ചി അനിയനും കൂടി കെട്ടിപ്പിടിക്കലായി, ഉമ്മ വയ്ക്കലായി. സ്കൂളിൽ പോകാൻ ഇറങ്ങിയ 2 കൊച്ച് എണ്ണീറ്റ് കരഞ്ഞു എന്നുള്ള ഒച്ച കേട്ടപ്പോൾ തിരിച്ച് കയറി വീടിൻ്റെ അകത്തേക്ക് പോന്നിട്ടാ ചേച്ചിയുടെ മുത്തേ ചേട്ടയുടെ മുത്തേ എന്ന് ഉമ്മ വയ്ക്കാനൊരു സ്ഥലവും ബാക്കിയില്ല ഇനി കൊച്ചിൻ്റെ മേത്ത്. അത്രയും ഉമ്മയും കൊടുത്ത് വരാട്ട ഉച്ചയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. ശരിക്കും ഈ കൂടപ്പറപ്പ് ബന്ധം എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. വലുതായി വരുമ്പോഴും ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല, ഉണ്ടാവട്ടെ, പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. എൻ്റെ മക്കൾ ഒരാളിനി 1-ാം ക്ലാസ്സിലേക്കും മൂത്ത ആളിനി 7-ാം ക്ലാസ്സിലേക്കുമാണ്. അപ്പോൾ 2 പേരും സ്കൂളിലേക്ക് പോവുകയാണ്. എനിക്കിന്ന് പോകാൻ പറ്റാത്ത നല്ല സങ്കടമുണ്ട്, പക്ഷെ എന്നാലും സാരില്ല. അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ സ്കൂളിൽ പോയോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.